1963 ഓഗസ്റ്റ് 28 വാഷിംഗ്ടണിലെ ലിങ്കൻ മെമ്മോറിയലിന്റെ പടവുകളിൽ നിന്നുകൊണ്ട് ആ 34-കാരൻ ലോകത്തോട് സംസാരിച്ചു. എനിക്കൊരു സ്വപ്നമുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രസംഗം. കറുത്ത വർഗക്കാരുടെ മോചനം സ്വപ്നം കണ്ട നേതാവിന്റെ ശബ്ദം. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ശബ്ദം. ലോകം കീഴടക്കിയ ആ പ്രസംഗത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച എബ്രഹാം ലിങ്കന്റെ പ്രഖ്യാപനത്തിന്റെ 100ാം വാർഷികമായിരുന്നു വാഷിംഗ്ടൺ മാർച്ച്. എല്ലായ്പ്പോഴും ലിങ്കനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ലൂതർ തന്റെ പ്രസംഗം ആരംഭിച്ചിരുന്നത്. പ്രസംഗത്തിലുടനീളം തന്റെ സ്വപ്ന പരാമർശവും ഉണ്ടാകുമായിരുന്നു. ആവർത്തന വിരസത ഒഴിവാക്കാൻ ലിങ്കൻ മെമ്മോറിയൽ ഈ പദപ്രയോഗം ഒഴിവാക്കാൻ തീരുമാനമെടുത്തു. ഇക്കാരണത്താൽ വളരെ ശ്രദ്ധയോടെയായിരുന്നു പ്രസംഗം തയ്യാറാക്കിയത്. സ്റ്റാൻലി ലെവിസൺ, ക്ലാരൻസ് ബെഞ്ചമിൻ ജോൺസ് എന്നിവരാണ് പ്രസംഗക്കുറിപ്പുകൾ തയ്യാറാക്കിയത്. നാളെ നടത്താൻ പോകുന്ന പ്രസംഗത്തെക്കുറിച്ച് തലേദിവസം സന്ധ്യ വരെയും ഒരറിവും ഉണ്ടായിരുന്നില്ല. വലിയ ആൾക്കൂട്ടം, ആവേശം അതിരുവിടാതെ സൂക്ഷിക്കേണ്ട ബാധ്യത സംഘാടകർക്കുണ്ടായിരുന്നു. എല്ലാം ഭദ്രം. 18 പേർ പ്രസംഗിക്കുന്ന വേദിയിൽ 16ാമനായി മാർട്ടിൻ ലൂതർ കിങ് എത്തി. എഴുതി തയ്യാറാക്കിയ പ്രസംഗം ആരംഭിച്ചു. ഒട്ടും ആവേശമില്ലാത്ത ഒരു തണുപ്പൻ പ്രസംഗമായിരുന്നു അത്. പ്രസംഗം അവസാനിക്കാൻ പോകുന്നു. ആൾക്കൂട്ടത്തിന്റെ മുൻനിരയിൽ ആഫ്രിക്കൻ അമേരിക്കൻ സുവിശേഷ ഗായികയായ മെഹലൂയ ജാക്സൺ നിൽക്കുന്നു. അവർ ലൂതർ കിങ്ങിനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മാർട്ടിൻ, താങ്കൾ അവരോട് സ്വപ്നത്തെക്കുറിച്ച് പറയൂ. എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്നും ലൂതർ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് തിരിഞ്ഞു. എനിക്കൊരു സ്വപ്നമുണ്ട്. ജനം ആർത്തിരമ്പി. പ്രസംഗത്തിൽ പലതവണ ആ പദപ്രയോഗം ആവർത്തിച്ചു. അപ്പോഴെല്ലാം ജനാരവം കൊടുങ്കാറ്റായി മാറി. അങ്ങനെ ആ പ്രസംഗം 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തമായ അമേരിക്കൻ പ്രസംഗമായി തീർന്നു. സ്വതസിദ്ധവും സ്വാഭാവികതയും എന്നും തെളിഞ്ഞു തന്നെ നിൽക്കും. നമുക്ക് നമ്മളാകാം. ശുഭദിനം.